അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ ഒരു പാദം അനിഴം തൃക്കേട്ട. ഈ നാളുകാർക്കാണ് വൃശ്ചികം കൂറ് എന്ന് പറയുന്നത്. 4-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. അവർക്ക് വീട് മാറ്റം അതുമല്ലെങ്കിൽ താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മേഖല മാറി മറ്റൊരു മേഖലയിലേക്ക് പ്രവർത്തിക്കേണ്ടി വരിക, ഒരു ജോലി വിട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക, ഒരു ബിസിനസ്സിൽ ചില ഡൈവേഴ്സിഫിക്കേഷനും മറ്റൊക്കെ ഉണ്ടാവുക, സ്ഥലം മാറി ജോലി ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും. അത് അനുകൂലമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിയുന്നത്ര ജോലിസ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ അവിടെ നിന്ന് മാറി നിന്ന് റിമോട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ചില വർക്കുകളും ഡ്യൂട്ടി ഫ്രം ഹോം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വീട് വാഹനം സംബന്ധിച്ചും ഇവർക്ക് ചില ചിലവുകൾ വന്നേക്കാം. അത് കൂടുതലായിട്ട് ഉള്ള ചിലവുകൾ വാഹനം സംബന്ധിച്ചും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയുള്ളത് തൽക്കാലം ഒഴിവാക്കി മറ്റൊരു സമയത്തേക്ക് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അഥവാ അങ്ങനെയുള്ള ആസ്തികൾ വിൽക്കാനും ഒക്കെ ആണെങ്കിൽ അത് അനുകൂലമായിട്ടുള്ള അതിന് വേണ്ടതായിട്ടുള്ള വില കിട്ടും, ലാഭത്തോടു കൂടി വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായിട്ട് കഫക്കെട്ടും നെഞ്ചിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതലും സമയത്തും ഒരു ഉത്കണ്ഠയോടുകൂടി ഇരിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഒരു സംഘർഷം ഉണ്ടാകും. അത് സൂക്ഷിക്കേണ്ടതാണ്. വീട്ടിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓരോരുത്തരും കുടുംബാംഗങ്ങൾ പല രീതിയിൽ ചിന്തിക്കുന്നു, പല അഭിപ്രായങ്ങളുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് അതിന് അഭിപ്രായ ഐക്യം ഉണ്ടാകാൻ പറ്റാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ വീട്ടിൽ അനുഭവപ്പെട്ടേക്കാം. പരിഹാരമായിട്ട് ചന്ദ്രന് ശാന്തി പൂജ ചെയ്യുക, ദുർഗാ ഭഗവതിക്കും പാർവതിക്ക് ഒക്കെ പൂജ ചെയ്യുകയോ അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതുമൊക്കെ നല്ല ഫലം കിട്ടും. അതുപോലെ വെളുത്ത പാല്, അതുപോലെ വെളുത്ത ധാന്യങ്ങൾ ഇതൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ അത് ഉത്തമനായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുക. ഇതൊക്കെയും അമ്മയുടെ സ്ഥാനത്ത് വരുന്നവരിൽ സന്തോഷം ജനിപ്പിക്കുമാറുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, അവർക്ക് ദാനാദികളെ കൊണ്ട് സന്തോഷിപ്പിക്കുക ഒക്കെ നല്ല ഫലങ്ങൾ കിട്ടാനും ഈ ദുരിതങ്ങൾ ഒട്ടൊക്കെ മാറി നിൽക്കാനും സഹായിക്കുന്നതാണ്.